ഹലോ ജോണേട്ടൻ, നിങ്ങളെന്നാണ് നവരത്നങ്ങളെല്ലാം എടുക്കാവുന്ന ഒരു വിശ്വാസം ഞാൻ പറയട്ടെ. ജോണേട്ടൻ ഇന്ന് കുറച്ച് നവരത്നങ്ങളൊക്കെ കയ്യിൽ ധരിച്ചിട്ട് നമുക്കിന്ന് നവരത്നങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. നവരത്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നവരസങ്ങളല്ല കേട്ടോ. നവരത്നങ്ങൾ 9 രത്നങ്ങൾ, സെമി പ്രഷ്യസും പ്രഷ്യസുമായ 4 പ്രഷ്യസ് സ്റ്റോൺസുകളും ബാക്കി 5 സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ അടങ്ങിയ നവരത്നം ആർക്കൊക്കെ ധരിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോണുകളാണ്. യെസ്, ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു നവരത്നം ആയതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാം. നവരത്നങ്ങളെ കുറിച്ചുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പോൾ നടപ്പിലും ഉണ്ട്. ജ്യോതിഷന്മാരും അവരൊക്കെ സമയം നോക്കിയും കാര്യങ്ങൾ നോക്കിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് എടുക്കാവുന്ന ഒരു വിശ്വാസം ഞാൻ പറയട്ടെ, അതിതാണ്. നമ്മൾ ഒരു സ്റ്റോൺ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണത്തിന് നമ്മൾ റൂബി, സൂര്യനെ പ്രദാനം ചെയ്യുന്ന റൂബി ഒരാൾ ധരിക്കുകയാണെങ്കിൽ അതിനൊരു സമയക്രമമുണ്ട്. ഒരു ടൈം തൊട്ട് ഒരു ടൈം വരെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി സമയത്ത് ചിലപ്പോൾ നമുക്ക് ദോഷമായി തീരാം. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റോണിൻ്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ മാറ്റേണ്ട ഒരു സാഹചര്യം വരും. ഈ 9 സ്റ്റോണും ഒരു ലോക്കറ്റിലോ ഒരു മോതിരത്തിലോ സെറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദോഷമുള്ള സ്റ്റോൺ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പക്ഷേ ബാക്കി 8 സ്റ്റോണുകളോ അതിൽ ഏറ്റവും പവർഫുൾ ആയുള്ള സ്റ്റോണുകൾ നമ്മളെ ആ കാത്തു രക്ഷിക്കും, അല്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധി അല്ലെങ്കിൽ എനർജി എല്ലാം ഉണ്ടാക്കി തരും. അപ്പോൾ ഒന്നിനൊന്ന് ഒരു ദോഷത്തിന് മറ്റുള്ള സ്റ്റോണുകൾ കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാനുള്ള ഒരു സാഹചര്യം ഈ 9 സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും. അതാണ് എനിക്കൊരു കോമൺ ആയിട്ട് പറയാവുന്ന ഒരു വിശ്വാസം. മറ്റ് പല വിശ്വാസങ്ങളും നമ്മൾ സമയം നോക്കിയും സന്ദർഭം നോക്കിയും അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കണ്ടൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നവരത്നമാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ പരമാവധി നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നു, അതായിരിക്കും അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലീൻ ചെയ്തൊക്കെ നല്ല വൃത്തിക്ക് ഉപയോഗിക്കുക. പലരും പല രീതിയിൽ ഇതിനെക്കുറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യമാംസാദികൾ വർജിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, പല സമയത്തും വൈകിട്ട് ഊരി വയ്ക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ് നവരത്നം. ഈ നവരത്ന മോതിരങ്ങൾ എങ്ങനെ ധരിക്കണം, ഏതൊക്കെ സ്റ്റോണുകളാണ് നവരത്ന മോതിരങ്ങളിൽ ഉള്ളത്, അവ ഏത് ഗ്രഹങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോൺ കടങ്ങൻ.